ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈംഗികതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള 5 സിനിമകളെയാണ് നിങ്ങൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ലൈംഗികതയുടെ അതിപ്രസരണം കൊണ്ട് തന്നെ ഈ സിനിമകൾ നിങ്ങളെ ഒരിക്കലും നിരാശനാക്കത്തില്ല. ഈ വീഡിയോയുടെ മുന്നിലത്തെ ഭാഗം ഇതിന് മുന്നിലത്തെ വീഡിയോകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ കാണാവുന്നതാണ്. ഈ വീഡിയോ കാണുന്നവർ ഇതിൻ്റെ അവസാനം വരെ കാണുക. കാരണം അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ജാക്ക് പോട്ട് തന്നെ വെച്ചിട്ടുണ്ട്. നമുക്കെന്നാൽ ആദ്യത്തെ സിനിമയിലേക്ക് കിടക്കാം. ആദ്യമേ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ട്വിസ്റ്റുകൾ നിറഞ്ഞ ഒരു അടിപൊളി കളി പടമാണ്. നിങ്ങളിൽ ചിലർ ഈ പടം കണ്ടിട്ടുണ്ടാകും. പക്ഷേ കളിയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റില്ലാത്ത ഒരു പടമാണിത്. 2011 പുറത്തിറങ്ങിയ ഒറിജിനൽ സിൻ എന്ന പടമാണിത്. ഏഞ്ചലീന ജോലി ആണ് ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രത്തിനെ അവതരിപ്പിക്കുന്നത്. ഈ സിനിമയിൽ ഏഞ്ചലീന ജോലിയുടെ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. ജൂലി എന്നൊരു കഥാപാത്രത്തിനെയാണ് ഏഞ്ചലീന ജോലി അവതരിപ്പിക്കുന്നത്. പേരും കള്ളിയാണ് ജൂലി. പണത്തിന് വേണ്ടി അവൾ ഒരു പണക്കാരനെ കല്യാണം കഴിക്കുന്നു. അങ്ങനെ അവൾ നിരവധി കളികൾ തൻ്റെ ഭർത്താവായ ലൂയിസിന് കൊടുക്കുന്നു. അങ്ങനെ അവൾ അവസാനം ലൂയിസിൻ്റെ വിശ്വാസം നേടിയെടുക്കുന്നു. മണ്ടനായ ലൂയിസ് തൻ്റെ സ്വത്തെല്ലാം സ്വന്തം ഭാര്യയായ ജൂലിക്ക് കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ ജൂലി ആൾമാറാട്ടം നടത്തിയതായിരുന്നു. ലൂയിസ് യഥാർത്ഥത്തിൽ കല്യാണം കഴിക്കാനിരുന്നത് ജൂലി അല്ലായിരുന്നു. ഈ കള്ളത്തരം ഒരു ഡിറ്റക്റ്റീവ് വെളിച്ചത്തിൽ കൊണ്ടുവരുന്നു. അപ്പോഴേക്കും ജൂലി ലൂയിസിൻ്റെ അണ്ടർവെയർ വരെ അടിച്ചുകൊണ്ട് നാടുവിടുന്നു. എല്ലാം നഷ്ടപ്പെട്ട ലൂയിസ് ആ വലിയ വീട്ടിലിരുന്ന് ഏങ്ങലടിച്ച് കരയുന്നു. അങ്ങനെ ലൂയിസ് വിഷാദത്തിന് അടിമപ്പെടുന്നു. ലൂയിസ് ജൂലിയെ കണ്ടെത്തുവാൻ വേണ്ടി ഒരു ഡിറ്റക്റ്റീവിനെ ചുമതലപ്പെടുത്തുന്നു. ജൂലിയെ കണ്ടെത്തിയാൽ ഉടൻ തന്നെ കൊല്ലണമെന്നും ഉത്തരവിടുന്നു. യാദർശികമായി ലൂയിസ് ജൂലിയെ ഒരു ഹോട്ടലിൽ വെച്ച് കാണുവാനിടയാകുന്നു. ലൂയിസ് ആദ്യമേ ജൂലിയെ കൊല്ലാൻ ശ്രമിച്ചുവെങ്കിലും ജൂലിയുടെ മാന്ത്രിക വലയത്തിൽപ്പെട്ട് ലൂയിസ് അതിൽ നിന്നും പിന്തിരിയുന്നു. തനിക്ക് ജൂലിയോട് ആത്മാർത്ഥമായ പ്രണയമാണെന്ന് ലൂയിസ് പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ആ ഹോട്ടൽ മുറിയിൽ കളിച്ച് ആറാടുന്നു. ഈ സിനിമയുടെ മെയിൻ ഹൈലൈറ്റ് തന്നെ ഈ സീനാണ്. പലതരം സീനുകൾ ഉണ്ടെങ്കിലും ഈ സീനിൻ്റെ തട്ട് താണ് തന്നെയാണ് ഇരിക്കുന്നത്. തുണ്ടുപടങ്ങളെ കടത്തിവിടുന്ന ഒരു അടാറ് ഐറ്റം തന്നെയാണിത്. ആ സീൻ കണ്ടാൽ ആവേശഭരിതരാകാത്ത ആരും തന്നെ ഇല്ല. അങ്ങനെ നല്ലൊരു കളി കൊടുത്തതിന് ശേഷം ജൂലി തൻ്റെ കഥയെല്ലാം ലൂയിസിനോട് പറയുന്നു. സ്വർഗം കണ്ടു കിടക്കുന്ന ലൂയിസ് അതെല്ലാം വിശ്വസിക്കുന്നു. അപ്പോഴും ലൂയിസിന് ജൂലിയോട് ആത്മാർത്ഥ പ്രണയം തന്നെയായിരുന്നു. ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു അടിപൊളി ട്വിസ്റ്റ് പടമാണെന്ന്. ലൂയിസ് ജൂലിയെ കൊല്ലുവാൻ ഏൽപ്പിച്ച ഡിറ്റക്റ്റീവ് യഥാർത്ഥത്തിൽ ജൂലിയുടെ കാമുകനായിരുന്നു. ഈ സിനിമ നിങ്ങൾ മുഴുവൻ കാണണം. അടിപൊളി ട്വിസ്റ്റുകൾ ഉള്ള ഈ പടത്തിൻ്റെ അവസാനം വരെ ട്വിസ്റ്റുകളാണ്. അതുപോലെ തന്നെ ഇടയ്ക്കിടെ ഏഞ്ചലീന ജോലി തൻ്റെ നഗ്നത പ്രദർശിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഈ പടം നല്ല രീതിയിൽ പ്രേക്ഷകരെ ആവേശഭരിതരാക്കുമെന്ന് തീർച്ച. മിസ്റ്ററി, റൊമാൻസ് ഒപ്പം കുറച്ച് കളിയും തപ്പിപ്പോകുന്നവർക്ക് തൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കളക്ഷനിലോട്ട് കൊണ്ടുപോകാവുന്ന ഒരു പടം തന്നെയാണിത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളെ രണ്ടാമത്തെ പരിചയപ്പെടുത്താൻ പോകുന്നത് 2014 പുറത്തിറങ്ങിയ ബിലോ ഹെർ മൗത്ത് എന്നൊരു പടമാണ്. ഇതൊരു അടിപൊളി ലെസ്ബിയൻ പടമാണ്. ശരിക്കും ഇതിനെ പടമെന്നല്ല ഒരു തുണ്ടുപടം എന്നാണ് വിശേഷിപ്പിക്കേണ്ടത്. ഒരു തണ്ടുപടത്തിൻ്റേതുപോലെ തന്നെ നിരവധി സീനുകൾ ഈ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നു. എല്ലാം വളരെ ദൈർഘ്യമേറിയ സീനുകൾ. എറിക്ക ലിൻഡർ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ സിനിമയിൽ ഒരാളുടെ മാത്രമല്ല പലരുടെയും പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. വളരെയധികം സുന്ദരിമാരാണ് ഈ സിനിമയിലെ നടികൾ. അതിനാൽ ഈ സിനിമ ഒരിക്കലും പ്രേക്ഷകരെ നിരാശനാകത്തില്ല. ഇതിൽ പലതരം പരിപാടികൾ കാണുവാനാകും, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം. ഡല്ലാസ് എന്നൊരു കഥാപാത്രത്തിനെയാണ് എറിക്ക അവതരിപ്പിക്കുന്നത്. ഡല്ലാസിന് ഒരു കാമുകയുണ്ടായിരുന്നു. അവർ തമ്മിൽ പരസ്പരം എപ്പോഴും പരിപാടികൾ നടത്തുന്നുണ്ടായിരുന്നു. ഡല്ലാസ് ഒരു പെണ്ണായിരുന്നുവെങ്കിലും പുരുഷന്മാരെ പോലെയാണ് ഹെയർ കട്ടും ആറ്റിറ്റ്യൂഡും. ബന്ധപ്പെടുമ്പോൾ തന്നെ പുരുഷന്മാർക്ക് സമാനമായി കളിപ്പാട്ടങ്ങൾ അവൾ ഉപയോഗിക്കുമായിരുന്നു. അതിനാൽ അവളുടെ കാമുകി അവളിൽ വളരെയധികം സംതൃപ്തിയായിരുന്നു. ഒരിക്കൽ ജോലിക്ക് പോകുന്ന ഡല്ലാസ് ഒരു യുവതിയെ കാണുവാനിടയാകുന്നു. അവിടെയുള്ള പുരുഷന്മാരെ പോലെ തന്നെ ഡല്ലാസ് അവളെ സൈറ്റടിച്ച് കാണിക്കുന്നു. ജാസ്മിൻ എന്നാണ് ആ യുവതിയുടെ പേര്. അവളാണ് ഈ സിനിമയിലെ രണ്ടാമത്തെ കഥാനായിക. ജാസ്മിന് സംശയമാകുന്നു എന്തിനാണ് ഡല്ലാസ് തന്നെ സൈറ്റടിച്ച് കാണിക്കുന്നതെന്ന്.
പിന്നീട് ഒരു പാർട്ടിയിൽ വെച്ച് ജാസ്മിൻ ഡല്ലാസിനെ കണ്ടുമുട്ടുന്നു. ഡല്ലാസിൻ്റെ കാമുകിയുടെ കൂട്ടുകാരിയായിരുന്നു ജാസ്മിൻ. അങ്ങനെ ജാസ്മിൻ ഡല്ലാസിനെ പരിചയപ്പെടുന്നു. ഡല്ലാസ് ജാസ്മിനെ നേരത്തെ ജോലി സ്ഥലത്ത് വെച്ച് കണ്ട കാര്യം പറയുന്നു. സംസാരത്തിനിടയിൽ ജാസ്മിൻ വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് പറയുന്നു. എന്നാൽ തൻ്റെ കാമുകളിൽ നിന്ന് തനിക്ക് ലൈംഗിക സംതൃപ്തി കിട്ടാത്ത കാര്യം ജാസ്മിൻ ഡല്ലാസിനോട് പറയുന്നു. ബാറിൽ നിന്നും ഇറങ്ങുന്ന ജാസ്മിൻ ഡല്ലാസിനെ ചുംബിക്കുന്നു. അങ്ങനെ അവർക്കിടയിൽ ഒരു കെമിസ്ട്രി ഉടലെടുക്കുന്നു. ആദ്യമേ ജാസ്മിന് അതത്ര രസിച്ചിരുന്നില്ലെങ്കിലും പിന്നീട് അത് ഓർത്ത് അവൾ സ്വയം പരിപാടി നടത്തുന്നു. തിരിച്ച് ഡല്ലാസിനും അതേ ഫീൽ തന്നെ. അവസാനം അങ്ങനെ അവർ പരസ്പരം ബന്ധപ്പെടുന്നു. തൻ്റെ കളിപ്പാട്ടങ്ങൾ കൊണ്ട് ഡല്ലാസ് ജാസ്മിനെ നല്ല രീതിയിൽ സംതൃപ്തി നേടിക്കൊടുക്കുന്നു. വളരെയധികം ദൈർഘ്യമേറിയ സീനുകൾ ഈ സിനിമയിലുണ്ട്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ നല്ല രീതിയിൽ തന്നെ ആവേശഭരിതരാക്കുമെന്ന് തീർച്ച. ഡല്ലാസ് ഒരു കളി വീരത്തിയാണ്. അവൾ പല സ്ത്രീകളുമായി ഈ സിനിമയിൽ ബന്ധപ്പെടുന്നുണ്ട്. ഒരു സിനിമ എന്നല്ല, ഒരു തുണ്ടുപടം എന്ന രീതിയിലാണ് നമുക്ക് ഈ പടം നോക്കിക്കാണാവുന്നത്. സൗന്ദര്യം നിറഞ്ഞ താരസുന്ദരിമാരെ കൊണ്ട് ഈ സിനിമ നല്ല രീതിയിൽ പ്രേക്ഷകരെ ആവേശഭരിതരാക്കും എന്ന് തീർച്ച. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇത് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. മൂന്നാമതായി നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി പടമാണ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കളക്ഷനിൽ നിന്നുള്ള ഒരു പടമാണിത്. 2014 പുറത്തിറങ്ങിയ ജയിൽ ബേറ്റ് എന്നൊരു പടമാണിത്. സാറ മറക്കുള്ളേൻ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. വളരെയധികം സുന്ദരിയാണ് സാറ. സാറയുടെ സൗന്ദര്യം സിനിമ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അന്ന നിക്സ് എന്നൊരു കഥാപാത്രത്തിനെയാണ് സാറ അവതരിപ്പിക്കുന്നത്. ബോളിവുഡ് നടി ദിഷ പട്ടാണിയുടെ ഒരു ലുക്ക് കൊണ്ട് നടിക്കും. സിനിമയുടെ തുടക്കത്തിൽ അവളുടെ സ്റ്റെപ്പ് ഫാദർ അവളെ പീഡിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. പീഡന ശ്രമത്തിനിടെ സാറയുടെ സ്റ്റെപ്പ് ഫാദർ കൊല്ലപ്പെടുന്നു. അങ്ങനെ സാറ ജയിലിലാകുന്നു. സ്ത്രീകൾ മാത്രമുള്ള ഒരു ജയിലിലോട്ടാണ് സാറയെ അയക്കുന്നത്. എന്നാൽ അവിടെയുള്ളത് തൻ്റെ രണ്ടാനച്ഛനേക്കാളും കാമമൂത്തവരാണ് ഉള്ളതെന്ന് സാറ മനസ്സിലാക്കുന്നു. അതിൽ ജയിൽ വാർഡന്മാരും അന്തേവാസികളും ഉൾപ്പെടുന്നു. അവിടെ നിന്നും അന്ന അനുഭവിക്കുന്ന പീഡനങ്ങളാണ് സിനിമയുടെ ഇതിവൃത്തം. ജയിലിൽ 2 ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു, വൈറ്റ് ഗ്രൂപ്പും ബ്ലാക്ക് ഗ്രൂപ്പും. വൈറ്റ് ഗ്രൂപ്പിൻ്റെ ലീഡർ കോടി എന്നൊരു യുവതിയാണ്. ബ്ലാക്ക് ഗ്രൂപ്പിൻ്റേത് ജോ എന്നൊരു യുവതിയും. ജയിലിൽ അന്നയുടെ കൂടെ ഉണ്ടായിരുന്നത് ജെന്നി എന്നൊരു യുവതിയായിരുന്നു. ജെന്നി അങ്ങനെ ആരുമായിട്ടും മിണ്ടാറില്ലായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ജെന്നി ആനയെ നോക്കി കിടക്കൽ കിടന്നുകൊണ്ട് കൈപ്രയോഗം നടത്തുന്നു. അത് ആന കാണുവാൻ ഇടയാകുന്നു. പുറത്തേക്കിറങ്ങിയ ആന കോടിയെ കാണുവാൻ ഇടയാകുന്നു. ആന തൻ്റെ ഗ്രൂപ്പിൽ ചേരണമെന്ന് കോടി ക്ഷണിക്കുന്നു. എന്നാൽ തനിക്ക് ഒരു ഗ്രൂപ്പിനും ചേരേണ്ടെന്ന് പറഞ്ഞ് ആന പിന്മാറുന്നു. അത് കോടിക്ക് വളരെയധികം അപമാനമുണ്ടാക്കി. ആനയെ കോടിയും ഗ്രൂപ്പും ചേർന്ന് പീഡിപ്പിക്കുന്നു. പരിക്കേറ്റ ആനയെ ജയിലിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. ആരാണ് ആനയോട് ഇങ്ങനെ ചെയ്തതെന്ന് ഡോക്ടർ തിരക്കുന്നു. സെല്ലിലെ ലൈറ്റ് ഓഫ് ആയിരുന്നുവെന്നും അതിനാൽ ആരാണ് തന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് അറിയില്ലെന്നും ആന ഡോക്ടറോട് മറുപടി പറയുന്നു. അതിനുശേഷം ആനയെ ജയിൽ വാർഡൻ വിളിപ്പിക്കുന്നു. ആനയെ താൻ സംരക്ഷിച്ചു കൊള്ളാമെന്ന് അവിടുത്തെ ജയിൽ വാർഡൻ പറയുന്നു. അതിന് തനിക്ക് പ്രത്യുപകാരമായി ആനയുമായി രമിക്കണമെന്ന് ജയിൽ വാർഡൻ പറയുന്നു. ആന ഒന്നും പറയാതെ അവിടെ നിന്നും പോകുന്നു. സെല്ലിലെത്തിയ ആന വാവിട്ട് കരയുന്നു. അത് കാണുന്ന ജെന്നി അവളെ ചുംബിക്കുന്നു. അതിനുശേഷം അവർ 2 പേരും പരിപാടികൾ അവിടെ നടത്തുന്നു. പിന്നീട് ജോയ് എന്ന ഗ്രൂപ്പ് ബിയുടെ ലീഡർ അവളെ കാണുന്നു. അവളും ആനയെ പീഡിപ്പിക്കുന്നു. അതോടുകൂടി ആനയ്ക്ക് മനസ്സിലാകുന്നു ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിൽ ചേരണമെന്ന്. അങ്ങനെ ആന കോടിയുടെ ഗ്രൂപ്പിൽ ചേരുന്നു. അതിനുശേഷം കോടി ആനയോട് ജോയിയെ തിരിച്ചു തല്ലുവാൻ പറയുന്നു. ഞങ്ങൾ അവളുടെ കൂടെ ഉണ്ടാകുമെന്ന് കോടി പറയുന്നു. അങ്ങനെ ആന ജോയിയെ തല്ലുന്നു. കോടി ഇതെല്ലാം ഫോണിൽ പകർത്തുന്നുണ്ടായിരുന്നു. അതിനുശേഷം പോലീസുകാർ ആനയെ പിടിച്ചുകൊണ്ട് പോകുന്നു. അവർ ആനയെ നഗ്നയാക്കി ഇരുണ്ട ഒരു സെല്ലിൽ കൊണ്ടിടുന്നു. അവൾ പേടിച്ചു പോകുന്നു. അതിനുശേഷം അവളെ വാർഡൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടു പോകുന്നു. ആനയെ അവിടെ നിന്നും രക്ഷിക്കുന്നതിനായി ആന താനുമായി പരിപാടി നടത്തണമെന്ന് വാർഡൻ പറയുന്നു. ഒരു വഴിയുമില്ലാതെ ആന അതിന് സമ്മതിക്കുന്നു. വളരെയധികം സുന്ദരിയാണ് ആന. ഈ സിനിമയിൽ ആനയും കോടിയും തമ്മിലുള്ള അടിപൊളി പരിപാടി കാണിക്കുന്നുണ്ട്. അടിപൊളി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോടുകൂടിയാണ് ഇത് കാണിക്കുന്നത്. ഈ സിനിമയുടെ മെയിൻ ഹൈലൈറ്റ് തന്നെ ഈ സീനാണ്. തീർച്ചയായും എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടം തന്നെയാണിത്. അതിനാൽ തുണ്ടുപടം തപ്പിപ്പോകുന്നവർ ഒരിക്കലും ഈ പടം മിസ് ചെയ്യരുത്. ഞാൻ
നാലാമതായി നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് 2007 പുറത്തിറങ്ങിയ നോർമൽ എന്നൊരു ഹോളിവുഡ് പടമാണ്. കോരി ആനിമോസ് കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ സിനിമയിൽ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. കാത്തറിൻ എന്നൊരു കഥാപാത്രത്തിനെയാണ് കാരി അവതരിപ്പിക്കുന്നത്. കാത്തറിൻ്റെ മകൻ ഒരു അപകടത്തിൽ കൊല്ലപ്പെടുന്നു. ആ വിഷാദത്തിലിരിക്കുന്ന കാത്തറിൻ തൻ്റെ സ്റ്റെപ്സണുമായി ബന്ധപ്പെടുന്നു. അതാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. സുന്ദരിയായൊരു നടിയാണ് കാരി. അവൾ അവളുടെ മാസ്മരിക പ്രകടനം തന്നെ ഈ സിനിമയിൽ കാഴ്ചവെക്കുന്നു. കാത്തറിൻ്റെ നഗ്നത അവളുടെ സ്റ്റെപ്സണായ ജോർദി കാണുവാനിടയാകുന്നു. അവൻ അത് കണ്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് കാണുന്ന കാത്തറിൻ അവിടെ കിടന്ന ടവൽ ഉപയോഗിച്ച് തൻ്റെ നഗ്നത മറയ്ക്കുന്നു. കാത്തറിൻ്റെ നഗ്നത കണ്ട് മൂട് കയറിയ ജോർദി അവളെ വിടുവാൻ കൂട്ടാക്കിയില്ല. അവൻ അവളെ കയറി പിടിച്ച് ബലമായി പരിപാടി പാസാക്കി. ഈ സമയം കാത്തറിൻ്റെ ഭർത്താവായ ഡെയിൽ അങ്ങോട്ട് കടന്നു വരുന്നു. നഗ്നയായി കണ്ട കാത്തറിനെ ഡെയിലും എടുത്തു പണിയുന്നു. ഇതെല്ലാം കണ്ട് ജോർദി കബോർഡിൽ പാത്തിരിക്കുന്നു. കളിക്ക് മാത്രമല്ല കുറച്ച് കഥയ്ക്കും ഈ പടം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. കുറച്ച് സെൻറ്റിമെൻ്റലായി തുടങ്ങുന്ന പടം പിന്നീട് കളിയിലേക്ക് മാറുന്നു. അഞ്ചാമതായി നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് 1982 റിലീസായ ഫീമെയിൽ ടീച്ചർ ഇൻ ഫ്രണ്ട് ഓഫ് സ്റ്റുഡൻസ് ആണ്. ഇതൊരു ജാപ്പനീസ് പടമാണ്. റുഷിയ സാൻഡാവോ കേന്ദ്ര കഥാപാത്രമായി വരുന്ന ഈ സിനിമയിൽ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. വളരെയധികം സുന്ദരിയായ ഒരു ടീച്ചറായിരുന്നു റൈക്യു. ക്ലാസ്സിലുള്ള പല വിദ്യാർത്ഥികളും അവളുടെ സൗന്ദര്യത്തിൽ മതിമറന്ന് രാത്രിയിൽ കൈപ്പണി ചെയ്യുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ടെന്നീസ് പ്രാക്ടീസ് കഴിഞ്ഞ് ഫാക്കൽറ്റി റൂമിൽ പോയി കുളിക്കുവാൻ നേരത്ത് അവളെ ആരെയോ പീഡിപ്പിക്കുന്നു. മാസ്ക് വെച്ചിരിക്കുന്നതിനാൽ അത് ആരാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. ആദ്യമൊക്കെ എതിർപ്പ് അവൾ പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും പിന്നീട് അവൾ ആ സുഖത്തിലോട്ട് രമിച്ചു. തന്നെ പീഡിപ്പിച്ചത് ആരാണെന്ന് തിരിച്ചറിയാൻ അവൾക്ക് ലഭിച്ച ഒരേയൊരു ക്ലൂ ജിക്സോ പസിലിൻ്റെ ഒരു കഷ്ണമായിരുന്നു. ആ പസിലും വെച്ചുകൊണ്ട് അവൾ പല കടകളും കയറി ഇറങ്ങി. പക്ഷേ ആ തുമ്പ് വെച്ച് മാത്രം അവൾക്കൊന്നും ലഭിക്കുകയില്ലെന്ന് കടക്കാരൻ പറയുന്നു. അതീവ സുന്ദരിയും മേനി അഴകുമുള്ള റൈക്യോവിനെ അവിടെയുള്ള വിദ്യാർത്ഥികളും പല ഫാക്കൽറ്റികളും നോട്ടമിട്ടിരുന്നു. അതിനാൽ അത് ആരാണ് ചെയ്തതെന്ന് റൈക്യോവിന് മനസ്സിലായില്ല. അതിനിടയിൽ റൈക്യോവിന് ഒരു കോൾ വരുന്നു. തന്നെ കുളിമുറിയിലിട്ട് പീഡിപ്പിച്ച വിദ്വാനായിരുന്നു അത്. അന്നത്തെ കളി പൊളിയായിരുന്നുവെന്നും തനിക്ക് വീണ്ടും ഒരു ചാൻസ് കിട്ടിയാൽ പൊളിക്കുമെന്നും അവൻ പറയുന്നു. അവൻ്റെ സംസാരത്തിൽ നിന്ന് ക്ലാസ്സിലെ ഒരു വികൃതി പയ്യനായ തകാശിയാണോ എന്ന് അവൾ സംശയിക്കുന്നു. അവളുടെ സംശയം മാറുവാനായി അവൾ തകാശിയുടെ കൂട്ടുകാരിയായ കുമിയുടെ സഹായം തേടുന്നു. കുമി അവളെ സഹായിക്കാമെന്നും അതിനുള്ള ഒരു സാഹചര്യം അവൾ ഒപ്പിച്ച് തരാമെന്നും പറഞ്ഞു പോകുന്നു. അതുപോലെ തന്നെ റൈക്യോ ടെന്നീസ് കളി കഴിഞ്ഞ് ഫാക്കൽറ്റി റൂമിൽ കുളിക്കുവാൻ പോകുന്നു. ഇത്തവണ അവൾ ഡോറെല്ലാം നന്നായിട്ട് പൂട്ടിയിട്ടാണ് കുളിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഡോറിൽ ആരോ മുട്ടുന്നതായി തോന്നി. അവൾ ചോദിച്ചു ആരാണെന്ന്. പുറത്തുനിന്ന് കുമിയാണെന്ന് മറുപടി പറയുന്നു. ഗേൾസ് റോക്കേഴ്സ് റൂമിൽ ഭയങ്കര തിരക്കാണെന്നും അതിനാൽ തനിക്കിവിടെ കുളിക്കാൻ അനുവദിക്കണമെന്നും അവൾ പറയുന്നു. റൈക്യോ അതിന് സമ്മതിക്കുന്നു. കുളിക്കുന്നതിനിടയിൽ റൈക്യോയുടെ ആകാരഭംഗി കണ്ട് കുമി ആസ്വദിക്കാൻ തുടങ്ങുന്നു. കൺട്രോൾ പോകുന്ന കുമി റൈക്യോയുടെ ശരീരഭാഗങ്ങൾ പിടിച്ച് ആസ്വദിക്കാൻ തുടങ്ങി. തുടക്കത്തിൽ മതിമറന്നു പോകുന്ന റൈക്യോ പിന്നീട് സ്ഥിരകാല ബോധം വീണ്ടെടുത്ത് അവിടെ നിന്നും പോകുന്നു. പിറ്റേ ദിവസം കുമി എന്ന ആ കാന്താരി റൈക്യോനെ ഒരു വീട്ടിലോട്ട് വിളിക്കുന്നു. തക്കേഷി അവിടെയുണ്ടെന്നും റൈക്യോയുടെ സംശയമെല്ലാം അവിടെ വെച്ച് തീർക്കാമെന്നും പറയുന്നു. ഒന്നും അറിയാത്ത റൈക്യോ അതിന് സമ്മതിക്കുന്നു. അങ്ങനെ റൈക്യോ അവിടെ പോവുകയും ചെയ്യുന്നു. അവിടെ റൈക്യോന് നേരിടേണ്ടി വരുന്ന കൊടിയ പീഡനമായിരുന്നു. തകാശിയുടെ കൂട്ടുകാരും കുമിയും ചേർന്ന് റൈക്യോനെ കെട്ടിയിട്ട് പീഡിപ്പിക്കുന്നു. അങ്ങനെ ഒരു കളി തന്നെ നടത്തിയ ആളെ തപ്പിപ്പോകുന്ന റൈക്യോന് കിട്ടുന്ന കളികളാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. ഇതൊന്നും കൊണ്ട് ഇത് ഇവിടെ നിൽക്കുന്നില്ല. റൈക്യോയ്ക്ക് പിന്നീടും ചില കളികൾ കിട്ടുന്നു. അതെല്ലാം നിങ്ങൾ സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കുക. ഇതിനോട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ സിനിമയുടെ കിടപ്പ് എങ്ങനെയാണെന്ന്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കാനുള്ള വകുപ്പ് ഈ സിനിമ പ്രേക്ഷകർക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമയും നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് കളക്ഷനിലോട്ട് പോകുമെന്ന് തീർച്ച. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ വീഡിയോകൾ എനിക്ക് ചെയ്യാൻ പ്രചോദനമാകുന്നത്. ഇനി ഞാൻ അവസാനം പറഞ്ഞ ജാക്ക് പോളിൻ്റെ കാര്യം പറയാം. ആർക്കെങ്കിലും ഈ സിനിമകൾ കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ വെറുതെ തപ്പി നടന്ന് സമയം കളയണ്ട. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്യൂ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരും വരെ ബൈ.